വയനാട് ദുരന്തത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പണപ്പിരിവ് നടത്തി തട്ടിപ്പ് നടത്തിയതായി പരാതി. സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം നൽകിയാണ് ലക്കി ഡിപ്പിലൂടെ പണപ്പിരിവ് നടത്തിയത്. പിരിച്ചെടുത്ത തുക നേതൃത്വത്തിന് നൽകിയില്ലെന്ന് മാത്രമല്ല, സമ്മാനം ലഭിച്ചവർക്ക് 2 മാസമായി സമ്മാനവും നൽകിയിട്ടില്ല. നേതാക്കളുടെ വാട്സപ്പ് ചർച്ചയുടെ ഓഡിയോ കൈരളി ന്യൂസിന് ലഭിച്ചു. ഈ ഫണ്ട് പിരിച്ച് ഒരു പരിപാടി നടത്തി, അത് നടത്താനുള്ള കഴിവില്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കാതിരിക്കുക, ഒന്നാമത്തത്. 2, എനിക്ക് നടത്താനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ആ കഴിവ് കാണിക്കണം. പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ നടത്തി കാണിക്കണം. അതിനാണ് കഴിവെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ കഴിവുണ്ടെങ്കിൽ അത് കാണിക്കുക തന്നെ വേണം. അതല്ലാതെ ആദ്യം നറുക്കെടുപ്പ് എടുക്കുമെന്ന് പറയുന്ന ഡേറ്റ് മാറ്റുന്നു, പിന്നെ കമ്മിറ്റി വിളിക്കുന്നു, അതിന് വേണ്ട സമ്മാനത്തിന് വേണ്ട തുക മാത്രം കണ്ടെത്തി നറുക്കെടുപ്പ് ഡേറ്റ് വെക്കുന്നു, ആ ഡേറ്റ് പിന്നെയും മാറ്റുന്നു, അത് കഴിഞ്ഞ് പറയുന്ന ഡേറ്റ് മാറ്റുന്നു, 3 തവണ ഡേറ്റ് മാറ്റുന്നു. ഡേറ്റ് മാറ്റി കഴിഞ്ഞ് നറുക്കെടുപ്പ് കാണിക്കുന്നു, നറുക്കെടുപ്പിന് മുമ്പ് സമ്മാനങ്ങളെല്ലാം വാങ്ങിച്ചതായിട്ട് ഗ്രൂപ്പിലിടുന്നു. എന്നിട്ട് മാസം 1 കഴിഞ്ഞിട്ടും സമ്മാനം കൊടുക്കുന്നില്ല ആൾക്കാർക്ക്. എന്നിട്ട് ചോദിക്കുമ്പോൾ മിണ്ടത്തില്ല. അത് കഴിയുമ്പം തരുന്ന മറുപടിയാണ്, നിങ്ങൾ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തന്നില്ലെങ്കിൽ വിളിച്ച് ചോദിക്കണം. വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള ഇത് പറയുമ്പോൾ എന്ത് പറയും? പുള്ളിനെ വീട്ടിൽ ചെന്ന് കാണണമെന്ന്. അതിൻ്റെ കാര്യം എന്തുവാ? അത് ഇവിടെ മറുപടി പറഞ്ഞു. കാരണം ഈ ഗ്രൂപ്പിലല്ലേ കിടന്ന് ഒരുമാതിരി വലിയ അറിവും ബോധമുള്ള ആൾക്കാർ കിടന്ന് ഒച്ച ഉണ്ടാക്കിയത്. പിരിച്ച് കാശ് കൊടുക്കണം, പരിപാടി നടത്തണം, നാണക്കേടാവും മാനക്കേടാവും എന്ന്. കാശ് വാങ്ങിച്ച് പോക്കറ്റിലിട്ട് കഴിഞ്ഞപ്പോൾ നാണക്കേടും മാനക്കേടും ഇല്ലേ? അയ്യേ. ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, ആ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു നിർത്തിയ അവസാനത്തെ വാക്കുകൾ അയ്യേ എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പാതിവില തട്ടിപ്പ്, അതാണ് ഇപ്പോൾ നമ്മൾ ആ വാക്കുകളിലൂടെ കേൾക്കുകയും ചെയ്തത്. ഇവിടെ എത്ര രൂപ ഇത്തരത്തിൽ വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തട്ടിച്ചെടുത്തു? നേരത്തെ തന്നെ ഷാജഹാൻ തന്നെ കൊണ്ടുവന്നൊരു വാർത്തയുണ്ട്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് തല്ലുകിട്ടിയ വനിതാ നേതാവിൻ്റെ പേരിൽ 8 ലക്ഷം രൂപ പിരിച്ചെടുത്ത് പോക്കറ്റിലാക്കിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരികയും ചെയ്യുന്നത്. എന്താണ് അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് പിരിവ് നടത്തിയത്? എത്ര രൂപ പിരിച്ചെടുത്തു? എത്ര പേരെ പറ്റിച്ചു? സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പാതിവില തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെയും വിശേഷിപ്പിക്കാം. കാര്യം സമാനമായ രീതിയിലൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സ്കൂട്ടർ, മറ്റ് ഗൃഹോപകരണങ്ങളൊക്കെ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഈ പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. അതും വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ. അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, കേരളത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല, ലോകത്ത് ആകമാനമുള്ള ജനങ്ങൾ ആ സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ല. അവർക്ക് വേണ്ടി അവർക്ക് വീട് വെച്ച് നൽകാനെന്ന പേരിലാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായിട്ട് 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പിരിവ് നടന്നു വരുന്നത്. അങ്ങനെ നടന്ന പിരിവിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ മണ്ഡലത്തിലും പിരിവ് നടന്നത്. ഇപ്പോൾ പിരിവ് നടന്നതിന് ശേഷം ഗ്രൂപ്പ് 2ആയതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളും മറ്റും സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പുകളിലൂടെയും മറ്റും ഉയർന്നു വരുന്നത്. KC വേണുഗോപാൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തി സൈക്കിളും അതോടൊപ്പം തന്നെ മോട്ടോർ സൈക്കിൾ, മറ്റ് ഗൃഹോപകരണങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നതിന് DCC ഓഫീസിൻ്റെ വാതിക്കൽ വെച്ച് തന്നെയാണ് ഇവർ ഈ വിജയികളെ കണ്ടെത്തിയത്. പക്ഷേ ഈ വിജയികളെ കണ്ടെത്തി ഈ വിജയികളുടെ പേര് വിവരമൊക്കെ തന്നെ പുറത്തുവിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് പൈസയോ അതല്ല വാഹനങ്ങളോ അവർ പറഞ്ഞ ഈ വിജയികൾക്ക് നൽകുന്ന സമ്മാനങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ആ സമ്മാനം ലഭിക്കുന്ന വസ്തുക്കൾ അവിടെ പ്രദർശിപ്പിച്ച ശേഷമായിരിക്കും അത് കൈമാറ്റം ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഫോട്ടോ ഫ്ലെക്സുകൾ മാത്രം വെച്ചുകൊണ്ട് സ്കൂട്ടർ വാങ്ങിച്ചില്ല, അതോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങൾ വാങ്ങിച്ചില്ല, ഇതൊന്നും വാങ്ങിക്കാതെ അതിൻ്റെയൊക്കെ ഫ്ലെക്സുകൾ കാണിച്ചുകൊണ്ട് മാത്രമാണ് ജനങ്ങളെ പറ്റിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പറ്റിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഓരോ വീടുകളിലും ചെന്ന് ഇത്തരത്തിൽ ലക്കി DP കൂപ്പണുകൾ കൊടുത്ത് വയനാട് ദുരന്തത്തിൽ സഹായിക്കാനെന്ന പേരിൽ പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. ഈ പണപ്പിരിവാണ് ഇപ്പോൾ അടിച്ചുമാറ്റി എന്നുള്ള പരാതികൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെ പിന്നാലെയാണോ പണപ്പിരിവ് ആരംഭിച്ചത്? അതിൻ്റെ ഒരു സമയക്രമം എങ്ങനെയാണ്? എന്നാണ് പിരിവ് തുടങ്ങിയത്?
തീർച്ചയായിട്ടും ദുരന്തത്തിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസിൻ്റെ സംഭാവനയായിട്ട് എന്തെങ്കിലും നൽകണം എന്നൊരു തീരുമാനം രാഹുൽ മാങ്കൂട്ടം അടക്കം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും പണപ്പിരിവ് നടത്തുന്നതിനായിട്ടുള്ള നിർദ്ദേശവും നൽകി. പക്ഷേ നമുക്കറിയാം ദുരന്തം നടന്നിപ്പോൾ എത്ര മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷം ഈ ഫണ്ട് സ്വരൂപിക്കുന്നതിന് നമുക്കറിയാം ഏകദേശം മാക്സിമം ഒരാഴ്ച കൊണ്ട് ഫണ്ട് പിരിച്ചെടുക്കാൻ പറ്റും, അത് കൈമാറാൻ പറ്റും, അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും. പക്ഷേ ഇത്തരത്തിൽ പ്രവർത്തകർക്കൊരു നിർദ്ദേശം നൽകിയ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഫണ്ട് എവിടെ, അല്ലെങ്കിൽ പിരിച്ച തുക എവിടെ, ഇത് ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാനോ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള നേതാക്കൾ തയ്യാറാകുന്നില്ല. കാര്യം ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ട് പോലും സംസ്ഥാന നേതൃത്വം മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. കാര്യം അവർക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നുള്ള ചോദ്യവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമല്ല, കോൺഗ്രസ് തന്നെ മൗനം പാലിക്കും. കഴിഞ്ഞ ആഴ്ചയാണ് തൃശ്ശൂരിൽ ഈ വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പിരിവ് നടത്തി 18 മണ്ഡലം കമ്മിറ്റികളെ പിരിച്ചുവിട്ടു. നഗ്നമായ തട്ടിപ്പാണ് നടത്തിയ കോൺഗ്രസ്സുകാർ. അത് തൃശ്ശൂരിൽ മാത്രമല്ല, എല്ലാ ജില്ലകളിലും ഇതുപോലെ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ നടത്തുന്നു, അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നടത്തുകയും ചെയ്യുന്നു. വ്യാപകമായ തട്ടിപ്പ്, അതും ഏതിൻ്റെ പേരിൽ? വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ നടത്തിയ വ്യാപകമായ തട്ടിപ്പ് കോൺഗ്രസ്സുകാർ തന്നെ നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും സിജു സൂചിപ്പിച്ച പോലെ നടന്നിട്ടുണ്ട്. കെ കരുണാകരന്റെ ഫണ്ട് എന്ന പേരിൽ ഒരു പിരിവ് നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ വയനാട് ദുരന്തത്തിന്റെ പേരിലും ഒരു പിരിവ് നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ വയനാട് ദുരന്തത്തിൻ്റെ പേരിലും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ബൂത്ത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു പ്രത്യേക ആപ്പ് ഉണ്ടാക്കി ഈ ആപ്പിലേക്കാണ് KPCCയുടെ ഫണ്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിലും ആലപ്പുഴ, ആലശ്ശേരി അടക്കമുള്ള പല മേഖലകളിലും നടന്ന പണപ്പിരിവ് അതിൻ്റെ ഇരട്ടിത്തുക പിരിച്ചിട്ടും അതിൻ്റെ പകുതി തുക പോലും എത്തിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ പ്രാദേശിക തലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് നേതൃത്വത്തിന് കൈമാറിയിട്ടും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും നടപടികളില്ല. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലാണ് വയനാട് ദുരന്തം നടന്ന ദുരന്തബാധിതർക്ക് വേണ്ടി പണപ്പിരിവ് എന്ന പേരിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചതിന് ശേഷം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ നേതാക്കൾക്ക് അവർ നൽകുന്നു.